ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള നല്ല രുചിയുള്ള ഒരു ചോക്ലേറ്റ് കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ പഴവും പാലൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ കുട്ടീസിന് പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയുടെ കൂടെ പിന്നെ നമ്മൾ ചേർക്കുന്നത് പഴമാണ്. റോബസ്റ്റ് പഴമാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഒരു 2 മീഡിയം സൈസുള്ള റോബസ്റ്റ പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് പകരം ചെറുപഴം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പഴം ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ചെറുപഴമൊക്കെ ആണെങ്കിൽ ചെറിയതാണെങ്കിൽ ഒരു 4 എണ്ണം വരെയൊക്കെ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് പാല് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ചിലപ്പോൾ പഴത്തിൻ്റെ ചെറിയ ചെറിയ തരികളുണ്ടെങ്കിൽ കൈവച്ച് ഒന്ന് അവസാനം ഉടച്ചു കൊടുത്താലും മതി. അപ്പം ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്ന എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം, അത് മറന്നു പോരുത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിപ്പ വഴി പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പം ആദ്യം തന്നെ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml കപ്പാണ്. അപ്പം അളവുകൾ കൃത്യമായാലേ കേക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ആണ്. അപ്പം അതുകൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡർ ആണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒറ്റ തവണ അരിച്ചാൽ മതി, കുറേ തവണ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം, ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും ചേർത്തിട്ടൊന്നുമില്ല, അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാടിട്ട് ഇളക്കി മിക്സ് ചെയ്യാതെ ഫോൾഡ് ചെയ്തെടുക്കുക. ഞാനിത് നല്ല സ്പീഡിൽ നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ, പതിയെ ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് പൊടിയൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഫോൾഡ് ചെയ്തെടുക്കുക. സ്പാച്ചുല തന്നെ വേണമെന്നില്ല, സ്പൂൺ വെച്ച് ചെയ്താലും മതി. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ചൊന്ന് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. കുറച്ച് വലുപ്പത്തിൽ ഗ്രേറ്റ് ചെയ്ത് ഇടുക. അങ്ങനെയാണെങ്കിൽ ഇത് ബേക്ക് ആവുന്ന സമയത്ത് നല്ല ക്രീം മാതിരി ആ ഒരു ചോക്ലേറ്റിന് നല്ല ഒരു ടെക്സ്ചർ കിട്ടും നമുക്ക് കേക്കിനകത്ത്. അപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് 1/4 കപ്പിൻ്റെ ഇടയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ചെറിയ കേക്ക് ടീനാണ് എടുത്തിട്ടില്ല. അതിൽ ഓൾറെഡി ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഫുൾ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം, അത് മറന്നു പോകരുത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് 3-4 തവണ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പം ഞാനിത് ഒരു കടായി ഇതുപോലെ റിങ് ഇട്ടിട്ട് 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കൈയൊന്നും പൊള്ളാതെ സൂക്ഷിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 35-40 മിനിറ്റ് ഏകദേശം എടുക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ തീനനുസരിച്ച് ചിലപ്പോൾ അത് വ്യത്യാസം വരാം. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയാൽ മതി. നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ടൂത്ത് പിക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിത് എടുത്ത് മാറ്റാം. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ അതേ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ആ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് മെൽട്ടായത് കാണാൻ പറ്റും. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ഭാഗം നമ്മൾ കടിക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മളിത് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേ ഇതേപോലെ ഉണ്ടാവും, നല്ല പഞ്ഞ് മാതിരി ഇരിക്കണ കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.